വെൽക്കം ടു പെപ്സ്കേ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് കേരള PSC ഡിഗ്രി ലെവലിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കാത്തുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ. 28/11/25 ഗസ്റ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് 31/12 അതായത് ഡിസംബർ 31 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ചേക്ക് 454/2025 454/2025 എന്നുള്ള ഒരു കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റു ഡീറ്റെയിൽസ് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം എന്താണ്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അല്ലെ, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റിന്റെ നിയമനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. നെയിം ഓഫ് പോസ്റ്റ് എന്താണ്, അസിസ്റ്റന്റ് അല്ലെ, യൂണിവേഴ്സിറ്റികളിലെ അസിസ്റ്റന്റിന്റെ തസ്തിക. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് നമുക്ക് നോക്കിയാലോ, അത് 39,300 മുതൽ 83,000 വരെയാണ്. എന്താണ് 39,300 മുതൽ 83,000 വരെയാണ് അല്ലെ. ഇനി ഇതിന്റെ വേക്കൻസി നമുക്ക് നോക്കാലോ. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അല്ലെ, പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് ചെയ്യുന്നത് PSC ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നമുക്കറിയാം നിലവിൽ എന്താണ് ഒരു ലിസ്റ്റ് ഓൾറെഡി ഉണ്ട് അല്ലെ, യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. അതിൽ ഏറെക്കുറെ ഒരു 300 അടുപ്പിച്ച് 250 മുകളിലേക്കുള്ള നിയമനങ്ങൾ നിലവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഒരു 450 നിയമനങ്ങളൊക്കെ നിലവിലുള്ള ലിസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 3 വർഷമാണ് ലിസ്റ്റിന്റെ കാലാവധി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 400 മുകളിൽ ഒരു 500 വരെ ഒക്കെ നിയമനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അതിൽ കൂടുതൽ നിയമനങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം എന്താണ്, ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം PSCയുടെ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷയായിരിക്കും അല്ലെ, മെയിൻസ് ഉണ്ടാകും. ഈ കഴിഞ്ഞ തവണ PSC നടത്തിയപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ വരുന്ന രീതിയിലുള്ള ഒരു മെയിൻസ് എക്സാം ആയിരുന്നു കണ്ടക്ട് ചെയ്തത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ തവണയും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്താണ് എന്തായാലും ഈ ഒരു എക്സാമിൽ സംഭവിക്കാൻ ഇടയില്ല. ഒരു 99.9% എന്താണ് മുൻപുണ്ടായിരുന്ന ആ സിലബസ് തന്നെയായിരിക്കും ആവർത്തിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയാണ് അല്ലെ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപ്പൊ എന്താണ് ഒരു ജനറൽ കാറ്റഗറിക്ക് എന്താണ് മാക്സിമം 36 വരെ എന്നാണ് വരിക. ഓക്കെ, എന്താണ് ജനറൽ കാറ്റഗറിക്ക് 36 ആണ്. അതുപോലെ എന്താണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട് അല്ലെ. SC STക്കുള്ള 5 വർഷത്തെയും OBCക്ക് എന്താണ് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി in any faculty from a recognized university or its equivalent. അതായത് ഒരു അംഗീകൃത സർവകലാശാല ബിരുദം മാത്രം മതി അല്ലെ. നമുക്കെന്താണ്, നമ്മളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രായപരിധിക്കുള്ളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. പിന്നെ അതിന്റെ പ്രൊബേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് 31/12 അല്ലെ, ഡിസംബർ 31 വരെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റും. വെനസ്ഡേ അപ് ടു 12 midnight അല്ലെ, രാത്രി 12 മണി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇതിന്റെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ലാസ്റ്റ് ഡേറ്റിലേക്ക് എന്ത് ചെയ്യേണ്ട, പോകണ്ട അല്ലെ, എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഇതിന്റെ അപേക്ഷ കൊടുക്കുക. നമുക്ക് ഇന്ന് തന്നെ എന്താണ് നമ്മുടെ PSCയുടെ പ്രൊഫൈൽ എന്താണ് ഇത് കൊടുക്കാൻ വേണ്ടിയില്ല ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ള. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അപേക്ഷ നമുക്ക് ചൂടാം. കാരണം എന്താണ്, ലേറ്റ് ആവണ്ട. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഓർമ്മ എന്താണ് വിട്ടുപോയാലോ, അതുകൊണ്ട് എന്താണ് ലേറ്റ് ആകാതെ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അപേക്ഷ കൊടുക്കാം. അതിന്റെ പഠനം രീതിയിൽ എന്ത് ചെയ്യാം കൊണ്ടുപോകാം. ഓക്കെ, നമുക്കറിയാലൊക്കെ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, അപേക്ഷിക്കുന്നത്. നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പൊ എന്താണ് ഡിഗ്രി ഉള്ളവർ എന്താണ് കാത്തിരുന്ന ഒരു എന്താണ് നല്ല പരീക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിലേക്ക് വേണ്ടിയുള്ള എക്സാം തന്നെയാണ് എന്താണ് PSC നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് 2026 എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് വലിയ അവസരങ്ങൾ തന്നെയാണ് വരുന്നത്. ഏറെക്കുറെ 11ഓളം പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങളാണ് 2026 ഡിഗ്രി ലെവലിൽ മാത്രം നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് അത്യാവശ്യം നല്ല എന്താണ് നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്താണ് യൂണിഫോം പോസ്റ്റുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിഗ്രി ലെവലിൽ 2026 പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനം ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാം.
ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ എന്താണ് ഇനി സിലബസും കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകെയായിട്ട് വരും. അപ്പൊ എന്താണ് ആ ഒരു രീതിയിലേക്ക് പഠനം കൊണ്ടുപോവുക. ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എക്സാം ഡേറ്റും കാര്യങ്ങളൊന്നും വരുന്നതിനും എന്താണ് കാത്തു നിൽക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പഠനം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.